ഹലോ ഗൈസ്, ഏവർക്കും JNG സ്പോർട്സ് ടോക്കിലേക്ക് സ്വാഗതം. ISLും കേരള ബ്ലാസ്റ്റേഴ്സുമായ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി വീഡിയോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗളൂരു FCയുടെ ഭാഗത്താണ്. അവരിപ്പോൾ ക്ലെയ്റ്റൺ സിൽവ എന്ന താരത്തെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. താരം ടീം വിട്ടതായി ഇപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് ബംഗളൂരു FCയുടെ ഭാഗത്ത് തന്നെയാണ്. ക്ലെയ്റ്റന് പകരക്കാരനായി മികച്ച ഒരു താരത്തെ തന്നെയാണ് അവർ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് മറ്റാരുമല്ല, ATK മോഹൻ ബഗാന്റെ സ്ട്രൈക്കറായിട്ടുള്ള റോഹിത് കൃഷ്ണനെ തന്നെയാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. താരവുമായിട്ട് ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് സ്റ്റോക്കിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് FC ഗോവയുടെ ഭാഗത്തു നിന്നാണ്. വർഷങ്ങളായി തന്നെ അവരുടെ ക്യാപ്റ്റനും അവരെ കളി നിയന്ത്രിക്കുന്ന താരവുമായിട്ടുള്ള എഡു ബേഡിയുടെ കോൺട്രാക്ട് ഇപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു വർഷത്തേനാണ് താരവുമായി ഇപ്പോൾ ബംഗളൂരു FC കരാറിൽ എത്തിയിട്ടുള്ളത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡുമായിട്ടുള്ള ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള നിഷു കുമാർ ക്ലബ്ബ് വിട്ടുപോകും എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ താരം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് തന്നെ കാണുമെന്ന് താരം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്താണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അർജന്റീനിയൻ സ്ട്രൈക്കറായ പെരേര DS അടുത്തൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതിനുള്ള മറുപടി ഇപ്പോൾ മാർക്കസ് തന്നൊരു പ്രകാരം ഈ ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ തന്നെയാണ് താല്പര്യം. എന്നാൽ അവരുടെ പേരിന് ക്ലബ്ബായ പ്ലാറ്റിനസിലേക്ക് താരത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട്. എന്നാൽ അവർ പുതിയൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരം തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ തന്നെ കരോളിസ് കിങ്കീസ് നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു താരം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.